അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമത്തെ കുഞ്ഞ് നിർത്തുകയാണ്. അഞ്ചാമത്തെ കുഞ്ഞ് ഇൻഷാ അല്ലാ 11 പേരുണ്ട്. 11:30 നിർത്തണം ഇൻഷാ അല്ലാ. ഇന്നലെ എനിക്ക് നിലമ്പൂരായിരുന്നു വഴുത്. ഇപ്പൊ ഇന്ന് രാത്രി തന്നെ, നാളെ അട്ടപ്പാടിയില, അകളി, തമിഴ്നാട്ടില പോടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കൊരു 11:30 വരെ ഇൻഷാ അല്ലാ കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? അത് നിർത്തണം. നിങ്ങൾ പറ, നിർത്തണോ വേണ്ടേ? ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ആഗ്രഹം ഉണ്ടോന്ന് അറിയണമല്ലോ. ഇൻഷാ അല്ലാ അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും വേണം. സന്തോഷവും സമാധാനവും. ലോകം ഇടിഞ്ഞു വീഴാനും പതറരുത്. ലോകം ഇടിഞ്ഞു വീണാലും പതറാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിക്കും. മനസമാധാനം അതില്ലെങ്കിൽ പോയി വാപ്പ. എന്തൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, തിന്നിട്ട് വയറ് നിറയുന്നില്ല. വലിയ വീടുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. ഭാര്യയും മക്കളും കൂടെയുണ്ട്, തൃപ്തിപ്പെടാൻ എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാം ഉണ്ട്, സമാധാനമില്ലാത്തവന്റെ ജീവിതം നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അതാ വേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് സമാധാനമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, രാത്രി പായിൽ പോയി കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചാലും, ക്യാൻസർ രോഗം പിടിച്ചാലും, മക്കള് മരിച്ചാലും, ലക്ഷങ്ങളുടെ കടം വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മനസ്സ് പറയും കുഴപ്പമൊന്നുമില്ല. ലക്ഷങ്ങളുടെ കടം വന്ന് പെട്ടെന്ന് കച്ചവടം, മനസ്സ് പറയും ലാഭം വരും. നമ്മുടെ മനസ്സ് നമുക്ക് ധൈര്യം തരും. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തൂടെ? ഒരു കാര്യം പറഞ്ഞുതരാൻ. ചെയ്യുമോ? വേണമെങ്കിൽ ചെയ്താൽ മതി, സമാധാനം കിട്ടും, അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല, തലകുത്തി നിൽക്കണമെന്നല്ല, നിസാരം 2 സൂറത്ത് ഓതിയാൽ മതി എന്ന് നബിയനാ റസൂലുള്ളാഹി. 2 സൂറത്ത് രാവിലെ ഓതിയാൽ മതി. അതും വലിയ സൂറത്തല്ല, ചെറിയ 2 സൂറത്ത് നീ ഓതിയാൽ നിനക്ക് അന്നത്തെ ദിവസം കടക്കുന്നത് വരെ സമാധാനം കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാളെ ഒന്ന് ഓതി നോക്ക്. സമാധാനം കിട്ടുമോ ഇല്ലയോ എന്ന്, സത്യമാണോ കള്ളമാണോ എന്നെങ്കിലും അറിയാനെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? വയറ്റിനകത്ത് പോയ പ്രാണി ഇപ്പോഴാ പുറത്തു പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരേ ഒരു കാര്യം അവസാനം പറഞ്ഞാൽ പോരെ? അവസാനം പറഞ്ഞാൽ പോരെ? പക്ഷെ അത് 2 കാര്യം മറക്കരുത്, ഓർമ്മിപ്പിക്കണം. ഇത് പറയാന്ന് പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മറന്നുപോയാലും നിങ്ങളെ ഓർമ്മിപ്പിക്കണം. സമാധാനം കിട്ടാനുള്ള 2 സൂറത്ത് അള്ളാഹു നമുക്ക് ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5-ാമത്തെ കുഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, 5-ാമത്തെ അത്ഭുത ബാലനാരാ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. എല്ലാവർക്കും സുലൈഖയുടെയും യൂസുഫ് നബിയുടെയും ലവ് സ്റ്റോറി കേൾക്കാൻ വല്ലാത്ത സന്തോഷമാ. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി
നബി അലൈഹിസ്സലാം വല്ലാത്ത സൗന്ദര്യമുള്ള പ്രവാചകനാണല്ലോ. അള്ളാഹു ഒരുപാട് സൗന്ദര്യം കൊടുത്ത പ്രവാചകനാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം. പടച്ചവനെ തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും അള്ളാഹുവേ പൊട്ടക്കിണറ്റിനകത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുമ്പോ അവസാനം അള്ളാഹു പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവസാന പടച്ചവരെ അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുകയാ. അവസാനം അസീസ് രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുലൈഖ യൂസുഫിന്റെ സൗന്ദര്യം മതിമറന്നുപോയി. യൂസുഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് സഹിക്കാ കഴിയുന്നില്ല. അള്ളാഹുവേ വല്ലാത്ത സൗന്ദര്യമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു നാളെ സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാ. യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി തന്റെ മുന്നിലൂടെ നടന്നു പോയപ്പോ തന്റെ കയ്യിലിരുന്ന കത്തികൊണ്ട് കൈ മുറിച്ചിട്ട് അവര് ചോദിച്ചത് മലക്കാണോ മനുഷ്യനാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു സൗന്ദര്യത്തിന് അള്ളാഹു രണ്ടായി വേർതിരിച്ചു. അതിന്റെ പകുതി അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തു. പിന്നെ പകുതിയുണ്ട്, അതിന്റെ ആ പകുതിയിൽ രണ്ടായി വേർതിരിച്ചു. അതിനെ പകുതി യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെയുള്ള 4% ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യർക്കും അള്ളാഹു കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലൂടെ നടക്കുകയാണ്. സുലൈഖ എന്ന പെണ്ണിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. യൂസുഫിന് വല്ലാത്ത ആഗ്രഹമാ, യൂസുഫിനോട് വല്ലാത്ത മോഹമാ. എപ്പോഴും യൂസുഫിന് അതാ ഹൃദയത്തിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാ. യൂസുഫ് എന്ന് പറഞ്ഞാൽ സുലൈഖാന് പ്രാന്തായിരുന്നു, വല്ലാത്ത പ്രണയമായിരുന്നു, വല്ലാത്ത പ്രേമമായിരുന്നു. പടച്ചവനെ ഒരു ദിവസം സുലൈഖ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന രണ്ട് രാജ്ഞിയുണ്ടല്ലോ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, യൂസുഫേ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ യൂസുഫേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് പടച്ചവരെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവിടെന്ന് പറയുന്നു, സുലൈഖ യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുന്നു, സുലൈഖ ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്കല്ലാഹുവിനെ പേടിയാ സുലൈഖ, എനിക്ക് റബ്ബിനെ പേടിയാ സുലൈഖ, എന്റെ യജമാനനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സുലൈഖ. പടച്ച റബ്ബേ, സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് യൂസുഫ് എന്ന ചെറുപ്പക്കാരെ തെള്ളി മാറ്റുകയാ. അല്ലാഹുവേ, എന്നിട്ട് മണിയറയ്ക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. സുലൈഖ പുറകെ ഓടി യൂസുഫ് എന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഓടുകയാണ്. അവസാനം ഓടി വാതിലിന്റെ മുന്നിലെത്തി. സുലൈഖ യൂസുഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാ. യൂസുഫിന്റെ വസ്ത്രത്തിലേക്ക് കയറി പിടിച്ചു. യൂസുഫ് വാതില് തുറന്നിട്ട് ഇറങ്ങി ഓടാ നോക്കുമ്പോ പടച്ച റബ്ബേ, സുലൈഖയതാ വസ്ത്രം വലിച്ചു കീറിയിരിക്കുകയാ. അതാ യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ മണിയറയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, അസീസ് രാജാവിന്റെ മുന്നിലേക്കാണ് വാതിൽ തുറന്ന് ഇറങ്ങുന്നത്. അസീസ് രാജാവ് തന്റെ യജമാനന്റെ മുന്നിലേക്കാണ് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് സുലൈഖ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ വൃത്തികെട്ടവനെയാണോ വീടിനകത്ത് കയറ്റിയത്? ഇവൻ എന്നെ കയറി പിടിച്ചു, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവൻ നോക്കി. പടച്ചവനെ, യൂസുഫ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, യൂസുഫ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ഭാര്യ പറഞ്ഞു അവനാണ് എന്നെ കയറി പിടിച്ചത്.
യൂസുഫ് പറഞ്ഞു, ഇവളാണ് എന്നെ കയറി പിടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല, ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഞ്ചാമത്തെ അത്ഭുത ബാലനാരാ? തെറ്റ് ചെയ്തത് ഭാര്യയാണോ യൂസുഫാണോ? ആരാണെന്നറിയാതെ വീടിനകത്ത് കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുമ്പോ വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആ സമയത്ത് അല്ലാഹുവേ സുലൈഖയുടെ കൊട്ടാരത്തിൽ ഒരു പാല് കുടിക്കുന്ന പൊന്നുമോർ, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, തൊട്ടിലിനകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. അസീസ് രാജാവിനോട് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, തെറ്റ് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. അസീസ് രാജാവ് ചോദിച്ചു, എന്ത് വഴിയാ? അവിടെന്ന് പറയുന്നു, രാജാവേ, യൂസുഫ് ഇട്ടിരുന്ന കമീസ് എടുക്കണം, യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസ് എടുക്കണം, എന്നിട്ട് അതിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തത് യൂസുഫാ. അങ്ങയുടെ ഭാര്യയെ കയറി പിടിക്കാൻ പോയപ്പോ, അങ്ങയുടെ ഭാര്യയെ കയറി പിടിക്കാൻ പോകുമ്പോ ആ പെണ്ണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി യൂസുഫിന്റെ വസ്ത്രം വലിച്ചു കീറിയിട്ടുണ്ടാകും. മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫാ. അല്ല, യൂസുഫിന്റെ വസ്ത്രത്തിന്റെ പുറകു സൈഡാണ് കീറിയിരിക്കുന്നതെങ്കിൽ സുലൈഖയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. യൂസുഫ് നിരപരാധിയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അസീസ് രാജാവ് വസ്ത്രം എടുത്തു നോക്കുമ്പോ അതിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, അഞ്ചാമതായി സംസാരിച്ച കുഞ്ഞു വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, യൂസുഫ് നബിയുടെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ആറാമത്തെ കുഞ്ഞാരാ? ആറാമത്തെ കുഞ്ഞാരാ? മഹ്ദി മാഷിത്താ. മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോനാണ്. മാഷിത്താ ബീവിയുടെ പൊന്നുമോനാണ്. പടച്ചവനെ, മാഷിത്തയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ പരിമളമടിച്ച് വീശുന്ന ഒരു ഖബർ കാണുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരുടെ ഖബറാ? അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, അതൊരു പെണ്ണിന്റെ ഖബറാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം ഞാൻ തന്നെ പല സദസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. തന്റെ പെറ്റുമ്മ, പടച്ചവരെ, തന്റെ പെറ്റുമ്മയോട് തീക്കകത്തേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്ന് കരയുമ്പോ ആ പൊന്നുമോൻ ഉമ്മയോട് പറയുന്നു, ഉമ്മ, നമ്മളൊക്കെ സ്വർഗത്തിലാ, പേടിക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞുകൊടുത്ത ആറാമത്തെ കുഞ്ഞു മാഷിത്ത ബീവിയുടെ പൊന്നുമോനാ. ഏഴാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവേ, പടച്ചവനെ, ചരിത്രത്തിൽ കാണാ, ഒരു ഉമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടിലിന്റെ മുന്നിൽ തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഉമ്മയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ. കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന തന്റെ ഉമ്മ തന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ജഅൽനീ മിസ്ല ഹാദാ, ഈ മനുഷ്യനെ പോലെ എന്റെ മോനെയാക്കണേ അല്ലാ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് തന്റെ പൊന്നുമോനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുതിരയുടെ മുകളിൽ സഞ്ചരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാ,
എന്റെ പൊന്നുമോനെ ഇവനെ പോലെയാക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്ത് തീരേണ്ട താമസമുണ്ടല്ലോ. പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞങ്ങോട്ട് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് വായെടുത്തു മാറ്റുകയാ. എന്നിട്ട് തല ഉയർത്തിയിട്ട് ആ മനുഷ്യനെ എന്ന് നോക്കി. കുതിരയുടെ മുകളിൽ പഞ്ചരിച്ചു പോകുന്ന മനുഷ്യര് ആ പാല് കുടിക്കുന്ന പൊന്നുമോനെന്ന് തല ഉയർത്തി നോക്കി. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തജഅൽ മിസ്ല ഹാദാ, എന്നെ ഇവനെ പോലെയാക്കല്ലേ അല്ലാ, എന്നെ ഇവനെ പോലെയാക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് പിന്നെയും പാല് കുടിക്കുകയാണ്. ഉമ്മ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. ഒരു പെണ്ണിനെ വ്യഭിചാരിയെന്ന് വിളിച്ചുകൊണ്ട് നാട്ടുകാർ മുഴുവനും കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാ. ഉമ്മാന്റെ മുന്നിലൂടെ ആ പെണ്ണിങ്ങനെ ഓടുമ്പോ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല ഹാദാ, എന്റെ പൊന്നുമോനെ ഇവളെ പോലെയാക്കല്ലേ അല്ലാ. ആ സമയത്ത് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് തലയങ്ങോട്ട് മാറ്റുകയാ. എന്നിട്ട് കുഞ്ഞ് തല ഉയർത്തിയിട്ട് ആ ഓടിപ്പോകുന്ന പെണ്ണിനെ നോക്കി. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുമ്മ ജഅൽനി മിസ്ല ഹാദാ, എന്നെ ആ പെണ്ണിനെ പോലെയാക്കണേ അല്ലാ. ഉമ്മ അത്ഭുതപ്പെടുകയാണ്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ അത്ഭുതപ്പെടുകയാണ്. ആ പാല് കുടിക്കുന്ന പൊന്നുമോനോട് ചോദിച്ചു, മോനെ എന്തേ നീ വിപരീതമായി ദുആ ചെയ്തത്, എന്തേ നീ വിപരീതമായി ദുആ ചെയ്തത്? ആ പൊന്നുമോന് പറയുന്നു, ഉമ്മ ആ കുതിരയുടെ മുകളിൽ പോകുന്നവൻ അഹങ്കാരിയാ, അവൻ ധിക്കാരിയാ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും അഹങ്കാരമാ, അവനെ ജനങ്ങൾ വലിയവനാണെന്ന് പറയാൻ വേണ്ടി നടക്കുന്നവരാ. പക്ഷേ ആ രണ്ടാമതോടിയ പെണ്ണുണ്ടല്ലോ, അവള് നിരപരാധിയാണുമ്മാ. നാട്ടുകാര് തെറ്റിദ്ധരിച്ചിട്ടാണ് അവളെ കല്ലെറിയുന്നത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവള് സ്വർഗത്തിന്റെ അവകാശിയാ, അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അവളെ പോലെ എന്നെ ആക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞു ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഏഴാമതായി സംസാരിച്ച കുഞ്ഞതാണ്. എട്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ഇതുകൂടെ പറഞ്ഞു നമുക്കിന്ന് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അവിടെന്ന് പറയുന്നു, സഹാബാ, പണ്ടൊരു രാജാവുണ്ടായിരുന്നു സഹാബാ, പണ്ടൊരു രാജാവുണ്ടായിരുന്നു സഹാബാ. അവിടെ നിന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ രാജാവിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? അദ്ദേഹമാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാ. തന്റെ ജനങ്ങളെ മുഴുവനും ആ മനുഷ്യനെ ആരാധിക്കണമെന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ്. അല്ലാഹുവേ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാ. പടച്ചറപ്പേ, ആ രാജാവിനെ ആരാധിക്കാത്തവരെ മുഴുവനും ഒരു വലിയ തീക്കുണ്ടാരത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുകയാണ്. തീയുടെ മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന നിർത്തം. എന്നിട്ട് ചോദിക്കും, ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഇല്ലെന്ന് പറയുന്നവരെ മുഴുവനും ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. അങ്ങനെ ജനങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട മാതാവ് ഒരു കുഞ്ഞിനെയും ചുമലിൽ വെച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ നദാ, ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമലിൽ വെച്ചുകൊണ്ട് കടന്നു വരികയാ. തീയുടെ മുന്നിൽ വന്നു, കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുന്നിലേക്ക് കടന്നു വന്നു. ഉമ്മാന്റെ മനസ്സിലൊരു ചിന്ത വരുന്നു, അല്ലാ, പടച്ചറപ്പേ, എന്റെ കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ അല്ലാ, എന്റെ പൊന്നുമോൻ എന്ത് തെറ്റേ ചെയ്തത്? അവനെ വെറുതെ കൊന്നുകളയടോ. ഈ തീക്കകത്തേക്ക് തന്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ചാടണമല്ലോ. ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ ഉമ്മയോട് ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു, യാ ഉമ്മ, ഈ
تحمي فإن عذاب الدنيا أفضل عذاب الآخرة. തീയിലേക്ക് ചാടാ പേടിച്ചു നിൽക്കുന്ന ഉമ്മയോട്, ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന പേടിക്കല്ലേ, തോറ്റു കൊടുക്കല്ലേ, ചാടുമ്മ, ആ തീയിലേക്ക് എടുത്ത് ചാടുമ്മ. അതിനകത്താണ് പടച്ചവന്റെ സ്വർഗമിരിക്കുന്നത്, ആ തീയുടെ അടിയിലാണ് സ്വർഗമിരിക്കുന്നത്. ഈ വൃത്തികെട്ടവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ. അല്ലാഹുവാണ് വലിയവര്, പടച്ചവനാണ് വലിയവന്, അവൻ നമുക്ക് സ്വർഗം തരും. ചാടാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയോട് പറഞ്ഞു കൊടുത്ത പൊന്നുപോർ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി പറഞ്ഞു തരികയാ. അവസാനം തന്റെ തോരക്കുഞ്ഞിനെ അതാ തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്ത് ചാടിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ എങ്ങനെ ചെയ്യുമോ? നമ്മൾക്ക് ആ ഈമാൻ ഉണ്ടാകുമോ? നമ്മൾക്ക് ആ ഈമാൻ ഉണ്ടാകുമോ? എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകന്മാരുടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, കാഫിരീങ്ങളുടെ കൂടെ ഒളിച്ചോടുന്നവരുണ്ടല്ലോ, പടച്ചവനെ മറന്നു പോകുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, മുസ്ലിമാണല്ലോ പൊന്നുമോള്, 5 നേരം നിസ്കരിച്ചവളാണല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയവളാണല്ലോ, ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് അറിവുള്ളവളാണല്ലോ. പിന്നെ എങ്ങനാ നിന്നെ കൊണ്ടിത് ചെയ്യാ കഴിയുന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. നിനക്ക് പഠിക്കാൻ, നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കാൻ ഒരു പെണ്ണിന്റെ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മക്കയിലൂടെ നടന്നു പോവുകയാ. പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ, ഖുറൈശികളുണ്ടല്ലോ, ഒരാടിനെയും പെണ്ണിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ടു മരുഭൂമിയിലിട്ട് അടിക്കുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. പട്ടിക തല്ലുന്നത് പോലെ, പേപ്പട്ടിക തല്ലുന്നത് പോലെ വരുന്നവനും പോകുന്നവനുമല്ല പടച്ചവര് ഒരു മനുഷ്യരെയും ഒരു ഭാര്യയും ഭർത്താവിനെയും ഇട്ട് തല്ലുകയാ. അല്ലാഹുവേ, അവര് ചെയ്ത തെറ്റേതെന്നറിയുവോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. പടച്ചവരെ, ജനങ്ങളെ മുഴുവനും അവരെ ഇട്ട് തല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോ മഹദി സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ടു ചുട്ടുപടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലിട്ട് ജനങ്ങളെ മുഴുവനും തല്ലുകയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിയിട്ട് തലകീഴായി തീക്കകത്ത് കെട്ടിയിറക്കിയിരിക്കുകയാ. റബ്ബേ, ശരീരം മുഴുവനും കത്തുകയാണ്. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും തീ പിടിച്ചിട്ട് കരിയുകയാ. പച്ചയിറച്ചി കരിഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു മരണവെപ്രാളത്തിൽ തീക്കകത്ത് കിടന്ന് കരയുകയാ. പടച്ചവര്, അതാ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ ചാടി എഴുന്നേറ്റിട്ട് തീക്കകത്ത് കിടന്ന് കരിയുന്ന ഭർത്താവിനെ ഓടി വന്ന് തെള്ളി വെളിയിലേക്ക് ഇടുകയാ. തീക്കകത്ത് നിന്ന് വെളിയിലേക്ക് തെള്ളിക്കിടുകയാണ്. അല്ലാഹുവേ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു കത്തിക്കരിഞ്ഞ ശരീരവുമായി പടച്ചവരെ മരുഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് നടന്നു വന്നു. ശരീരം മുഴുവനും കരിഞ്ഞിട്ട്, മുഖത്തെ തുളി മുഴുവനും കരിഞ്ഞു പോയിട്ട് എല്ലുകൾ വെളിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന അമ്മാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ?
അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തൊന്ന് തൊടാ പോലെ കഴിയുന്നില്ലോ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അമ്മാറേ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ അമ്മാറേ. പടച്ചവരെ, ശത്രുക്കൾ മുഴുവനും തല്ലിച്ചതയ്ക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം സുമയ്യ ബീവി വിളിച്ച് പറയുകയാ, അല്ലാഹുവേ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആ പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചു പറയുന്നു, അമ്മാറേ, അല്ലാഹു വഹദ്, അല്ലാഹുവാണ് വലിയവര്, പടച്ചവരാണ് വലിയവര്. പതറല്ലേ, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. ഇവന്മാര് നമ്മളെ കൊന്നാല് തോറ്റുകൊടുക്കല്ലേ. അള്ളാന്റെ റസൂല് നമ്മളെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. തന്റെ ഭർത്താവിന് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂജഹൽ ഒരു കമ്പി എടുത്തിട്ട് അല്ലാഹുവേ, സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ ഒരു കമ്പിയെടുത്ത് കുത്തിയിറക്കുകയാ. അടിവയറ്റിലൂടെ കമ്പ് വെളിയിലേക്ക് വരികയാണ്. ആ കമ്പി തന്റെ ശരീരത്തിലൂടെ കേറിയിറങ്ങിയിട്ട് അടിവയറ്റിലൂടെ വെളിയിലേക്ക് വന്നു. അബൂജഹല് സുമയ്യാനെ ചവിട്ടി തറയിലിടുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചറപ്പേ മരുഭൂമിയിലേക്ക് വീഴുകയാ. ആ സമയത്തും തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, നമ്മള് മുസ്ലിമീങ്ങളാ, നമ്മള് മുസ്ലിമീങ്ങളാ. അല്ലാഹു വഹദ്, പടച്ചവനേകനാട്, അല്ലാഹുവാണ് വലിയവർ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അബൂജഹൽ തന്റെ കാലെടുത്ത് സുമയ്യയുടെ കഴുത്തിൽ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുകയോ, മരുഭൂമിയിലേക്ക് തന്റെ മുഖം ചവിട്ടി താകുകയോ. അപ്പോഴും സുമയ്യ എന്ന മുസ്ലിം പെണ്ണ് പറഞ്ഞു, അല്ലാഹുവാണ് വലിയവർ. അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള്, സുമയ്യ ബീവിയെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ആ കുത്തിയിരുന്ന കമ്പി അങ്ങോട്ട് വലിച്ചൂരിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച് കുമ്പിക്കൊത്തിയ കമ്പി കുത്തിയിറക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയിട്ട് വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്, പടച്ചവനാണ് വലിയവര്, പടച്ചവനാണ് വലിയവര്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ സുമയ്യ കിടക്കുന്ന സ്വർഗം ചോദിക്കുന്ന പെണ്ണ്, ആ സുമയ്യ കിടക്കുന്ന സ്വർഗമല്ലേ മോളെ ആഗ്രഹിക്കുന്നത്? എന്തേ നിന്റെ ജീവിതത്തിലുള്ളത്? പറയാനൊരു നന്മ പറ പെങ്ങള്. നിനക്ക് സ്വർഗത്തിൽ പോകാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ പെങ്ങള്. എന്തുണ്ട് പെങ്ങള്? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും എനിക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് പറഞ്ഞ അമ്മാർ റളിയല്ലാഹു തആല അൻഹു, ആ സഹാബി കിടക്കുന്ന സ്വർഗമല്ലേ വാപ്പാ നീയും ചോദിക്കുന്നത്? എന്തേ നിനക്ക് പറയാറുള്ളത്? ആ സ്വർഗം കിട്ടാൻ എന്തേ നിന്റെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകല്ലേ. പടച്ചറപ്പേ, മരിക്കുന്ന സമയം വരെ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവര് മരിച്ചാൽ ഇവരെ പോലെ മരിക്കണമെന്ന് പറയണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്.
എന്റെ പ്രിയമുള്ളവര്, പടച്ചവന്റെ പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടിയാ ഒരു ബിൽഡിംഗ് കെട്ടി. പടച്ചവന് ലക്ഷങ്ങൾ കടമുണ്ട്. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു നല്ല സദക്കയെടുക്കട്, ഒരു നല്ല സദക്കയെടുക്കട്. പടച്ചവരെ ഒരു കടം വീട്ടാറല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ കടം വീട്ടാറല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒരു സദക്കയെടുത്ത് ബക്കറ്റിലിടുമ്പോൾ, ഒരു സദക്കയെടുത്ത് ബക്കറ്റിലിടുമ്പോ അല്ലാഹുവോട് ചോദിക്കണമല്ലാ, കടക്കാരനാക്കി എന്നെ നീ മരിപ്പിക്കല്ല അല്ലാ. പടച്ചറപ്പേ, അല്ലാഹുവേ, കടക്കാരനായി മരിച്ചാൽ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ലെന്നാണല്ലോ. അല്ലാഹുവേ, എന്നെ കടക്കാരനാക്കി മരിപ്പിക്കല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദക്കയുടെ പ്രതിഫലം എനിക്ക് കാണിച്ച് തരണേ അല്ലോ എന്ന നിയ്യത്തോടെ ഒരു നല്ല സദക്ക നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. പെട്ടെന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് സംഘാടകർ പെട്ടെന്ന് പോകാം. എല്ലാവരും ഒരു നല്ല സദക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ, ആരെല്ലാം നിന്റെ പള്ളിയുടെ കടം വീട്ടാർ പടച്ചവനെ സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ റജബിന്റെ അവസാന രാത്രിയിൽ പടച്ചവരെ ഒരു നല്ല സദക്ക ആര് കൊടുക്കുന്നു അവരെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവരെ, അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അറുത്തു മുറിക്കുന്ന മാരകരോഗത്തിന്റെ അടുക്കളുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയടേ അല്ലാ. പടച്ചുറപ്പേ, വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമായ സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ അത്ഭുത ബാലൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുറൈജിന്റെ ചരിത്രം നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുറൈജ് വല്ലാതെ ആബിദായ മനുഷ്യനായിരുന്നു, വല്ലാതെ അറിവുള്ള മനുഷ്യൻ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിവാഹം കഴിച്ചിട്ടില്ല. എപ്പോഴും 24 മണിക്കൂറും ഇബാദത്താ, 24 മണിക്കൂറും ഇബാദത്താ. എപ്പോഴും നിസ്കാരം. പടച്ചവനെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വീടിനകത്തിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്തു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് തടസ്സമായപ്പോൾ പടച്ചവനെ മാറി ചെന്നിട്ട് ഒറ്റയ്ക്കൊരു വീട് കെട്ടി, ഒരു ചെറിയ തമ്പ് കെട്ടിക്കെട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്താ. രാവും പകലും അല്ലാഹുവേ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി, ജുറൈജിനെ ഒന്ന് കാണണമെന്ന് തോന്നി. തന്റെ പ്രിയപ്പെട്ട മാതാവ് നടന്നു പോവുകയാണ്. പടച്ചവനെ, എത്രയോ ദിവസമായി പൊന്നുമോനെ കണ്ടിട്ട് അവൻ ഒറ്റയ്ക്കൊരു കുടിലകത്തിരുന്ന് രാവും പകലും നിസ്കാരമാണല്ലോ, ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. അല്ലാഹുവേ, ജുറൈജിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമോന്റെ കുടിലിന്റെ വെളിയിൽ ചെന്ന് വിളിച്ചു, ജുറൈജേ, പൊന്നുമോനെ ജുറൈജേ, ഒന്ന് വാതില് തുറക്കുവോ.
തന്റെ പ്രിയപ്പെട്ട മാതാവ് വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുകയാണ്. ജുറൈജാണെങ്കിലോ നമസ്കാരത്തിലാ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ജുറൈജ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിച്ചു. ജുറൈജ് ചിന്തിച്ചു, അല്ലാ, നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മയോട് എന്തെന്ന് ചോദിക്കാ. നമസ്കാരത്തിലാണല്ലോ, നമസ്കാരം കഴിഞ്ഞിട്ട് എന്തേ എന്ന് ചോദിക്കാ. പടച്ചവനെ, ഉമ്മ വീടിന്റെ വെളിയിൽ കാത്തു നിന്നു. കുറെ സമയം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയി. അല്ലാഹുവേ, രണ്ടാമതും ജുറൈജിന്റെ മാതാവ് കടന്നു വരികയാണ്. തന്റെ പൊന്നുമോരോടൊന്ന് സംസാരിക്കണമെന്ന ആഗ്രഹത്തോട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, ജുറൈജേ, വാതില് തുറക്കു ജുറൈജേ. അപ്പോഴും ജുറൈജ് നമസ്കാരത്തിലാ, അപ്പോഴും ജുറൈജ് നമസ്കാരത്തിലാ. ഉമ്മാന്റെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഉമ്മ മടങ്ങിപ്പോയി, ഉമ്മ മടങ്ങിപ്പോയി. പടച്ചവനെ, മൂന്നാമതും പ്രിയപ്പെട്ട മാതാവ് കടന്നു വരികയാണ്. ജുറൈജിന്റെ ഉമ്മ മൂന്നാമതും കടന്നു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു, മോനെ ജുറൈജ്, നമസ്കാരത്തിലായത് കാരണം ഉമ്മയുടെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. 3 പ്രാവശ്യം വീടിന്റെ വെളിയിൽ നിന്ന് വിളിച്ചിട്ടും തന്റെ പൊന്നുമോന് വിളി കേൾക്കാതെ വന്നപ്പോ ആ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ചെറുപ്പക്കാരാ, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ. ആ ഉമ്മയാ വീടിന്റെ മുന്നിലിരുന്നു കൊണ്ട് മനസ്സ് നൊന്തിട്ടു പറയുന്നു, അല്ലാഹുമ്മ ലാ തുലിതു ഹത്താ യൻളുറു വജൂഹിൽ മുനിസാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ പൊന്നുമോര്. രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ. ഉമ്മാന്റെ ശാപം വാങ്ങല്ലേ. നമ്മുടെ ഉമ്മയെങ്ങാണം മനസ്സ് നൊന്തിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ പൊന്നുമോനെ രക്ഷപ്പെടുമെന്ന് നീ കരുതല്ലോ. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലോ, ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ലോ. ജുറൈജ് നമസ്കാരത്തിലായത് കാരണം ഉമ്മയുടെ വിളിക്കുത്തരം നൽകാ കഴിഞ്ഞില്ല. എന്നിട്ടും ആ ഉമ്മ ദുആ ചെയ്തു, അല്ലാ, നാട്ടുകാരുടെ മുന്നിൽ ഇവനെ വ്യഭിചാര ആരോപണം നടത്തി നാണം കെടുത്താതെ എന്റെ മോനെ നീ മരിപ്പിക്കല്ലുറപ്പേ. ജുറൈജിതൊന്നും അറിയുന്നില്ല, ജുറൈജിതൊന്നും അറിയുന്നില്ല. പടച്ചവരെ, തന്റെ കുടിലകത്തിരുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളതാ ജുറൈജിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. വീടിന്റെ വാതിൽ വന്ന് കാത്തിരിക്കുകയാണ്. ഒരു ദിവസം വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഈ പെണ്ണ് വീടിനകത്ത് കയറിയിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും ഉരിഞ്ഞു മാറ്റിയിട്ടു ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ കിടന്ന് ഡാൻസ് ചെയ്യുകയാ. പക്ഷേ ജുറൈജ് അനങ്ങുന്നില്ല. അള്ളാനെ പേടിച്ച് കഴിയുന്നവനാണല്ലോ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. ജുറൈജ് ചലിക്കുന്നില്ല. അവസാനം ആ പെണ്ണ് നാണം കെട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് എങ്ങനെ നമസ്കരിച്ച് ഇബാദത്ത് ചെയ്തു നല്ലതുപോലെ കഴിയുമ്പോ ഒരു പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണുണ്ടല്ലോ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാ. നാട്ടുകാര് മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഈ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. ഈ കൊട്ടാരത്തിന്റെ അകത്ത്, ഈ കുടിലിനകത്തിരിക്കുന്ന മനുഷ്യനാണ് എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ. ഇവന് കള്ളനാ, ഇവന് കള്ളനാ. പടച്ചവര് പറയേണ്ട താമസമുണ്ടല്ലോ. നാട്ടുകാര് മുഴുവനും ജുറൈജിന്റെ വീട് തല്ലി നശിപ്പിക്കുകയാണ്. ജുറൈജിന്റെ താടിയിൽ പിടിച്ചിട്ട് തല്ലുകയാണ്. അല്ലാഹുവേ, പടച്ചവരെ പേടിച്ച് ജീവിച്ചിരുന്ന ജുറൈജ് എന്ന ചെറുപ്പക്കാരര് നാട്ടുകാര് മുഴുവനും കളിയാക്കി പരിഹസിച്ചു. പടച്ചവരെ നാണം കൊടുത്തു. എല്ലാം ഉമ്മാന്റെ ദുആയാ, എല്ലാം ഉമ്മാന്റെ ദുആയാ. പടച്ചവരെ അവസാനം ജനങ്ങൾക്ക് മുഴുവനും മുന്നിൽ മുഴുവനും നാണം കെട്ട് കഴിയുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, സത്യമെന്ന് തെളിയ
തെളിയിക്കാൻ ഒരവസരം തരുവോ, എനിക്കൊരൽപ്പം സമയം തരുവോ, ഇതിന്റെ സത്യം എന്താണെന്ന് തെളിയിക്കാൻ ഒരൽപ്പം സമയം തരുവോ? എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് സമയം കൊടുക്കുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ 2 റക്അത്ത് നിസ്കരിക്കാ കൈകെട്ടുകയാ. എന്നിട്ട് നമസ്കാരത്തിലെ സുജൂദിൽ കിടന്ന് പടച്ചവരോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ നിനക്കറിയാമല്ലോ റബ്ബേ, നിനക്കറിയാമല്ലോ റബ്ബേ, എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല അല്ലാ. നമസ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചവരോടുള്ള സംസാരമാ പൊന്നുപോലും, ഒരു മറ പോലുമില്ലാതെ പടച്ചറപ്പ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. റബ്ബിനോട് സംസാരിക്കണം ചെറുപ്പക്കാരോ, റബ്ബിനോട് സംസാരിക്കണം ചെറുപ്പക്കാരോ. അല്ലാഹുവേ, എത്രയോ പേര് നമസ്കാരത്തിൽ അല്ലാഹുവോട് സംസാരിച്ചിട്ടുണ്ട്. പടച്ചറപ്പ് തൂക്കുകയറിലേക്ക് കയറ്റി നിർത്തിയപ്പെടും ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞത് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നോ. അവസാനം 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അവിടെന്ന് പറയുന്നു, അല്ലാ എപ്പോഴും വലിയ സൂറത്തുകളാ ഓതുന്നത്, ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം ഞാൻ വലുത് ഓതിയാ എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവരെ വിചാരിക്കും പടച്ചവര് എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവേ, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു, എഴുന്നേൽക്കുകയാണ്. കൈകുഞ്ഞുമായി നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞ കുഞ്ഞിനെ വന്ന് കൊണ്ടുവരുവോ, എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ആ ചോരക്കുഞ്ഞിനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ ചോരക്കുഞ്ഞിനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ജുറൈജ് കൈയുടെ വിരലെടുക്കുകയാണ്. ഒരു വിരലെടുത്തിട്ട് ആ കുഞ്ഞിന്റെ പുക്കളിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മന്നപൂ ത്തോടെ നോക്കി നിൽക്കുമ്പോ ആ പാല് കുടിച്ചു കൊണ്ടിരുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, അവിടെന്ന് പറയുകയാ, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയനാണെന്ന് പാല് കുടിക്കുന്ന പൊന്നുപോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കിടന്നു വന്നവര് എല്ലാ നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനയല്ലോ. നമുക്ക് ജന്മം തന്ന പടച്ചവരെ വിവാഹം കഴിച്ച് നല്ല ഒരു പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ ഉമ്മാനെ മറന്നു പോകുന്ന മക്കളുണ്ടല്ലോ പടച്ചവരെ. പിന്നെ ഉമ്മയവൻ അധികപ്പറ്റാവുകയാണല്ലോ. ഒരു വലിയ വീട് കിട്ടിക്കഴിയുമ്പോ, ഒരു നല്ല ജോലി കിട്ടിക്കഴിയുമ്പോ, അല്പം പണം കിട്ടിക്കഴിയുമ്പോ, കൊട്ടാരം പോലെയുള്ള വീടിനകത്ത് കിടന്ന് ഉമ്മ മൂത്രമൊഴിച്ചാൽ, ഉമ്മ വീടിനകത്ത് കിടന്ന് കാശിച്ചാൽ, ഉമ്മയൊന്ന് മുറുക്കിയിട്ട് തുപ്പിയാ പടച്ചവരെ നമ്മളെ കൊണ്ട് സഹിക്കാ കഴിയില്ലല്ലോ. പെറ്റുമ്മാനെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരാ. നമ്മുടെ വീടിന്റെ വിളക്കാ പോര്, നമ്മുടെ വീടിന്റെ വിളക്കാ പോര്. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിങ്ങൾ പലരും ഉമ്മാനെ മറന്നു പോകുന്നവരാ. ഭർത്താവിന്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോ ഒരു ഭർത്താവും മക്കളും വീടും പണവും നിനക്ക് കിട്ടുമ്പോ നിനക്ക് ജന്മം തന്ന ഉമ്മാനെ നീ മറന്നുപോയല്ലോ. മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ടല്ലോ. ഉമ്മാന്റെ കബറെവിടെയാണെന്നെങ്കിലും നിനക്കറിയുവോ പെങ്ങള്? സ്വന്തം ഉമ്മയുടെ കബററിയാത്ത മക്കളുണ്ട്. ഉമ്മാന് വേണ്ടി ആസീനോദാത്ത മക്കളുണ്ട്. ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ട്. എന്തിനാ ജീവിക്കുന്നത്? എന്റെ പ്രിയമുള്ള വാപ്പമാരോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നീ നിന്റെ ഉമ്മാനെ പള്ളിക്കാട്ടിലിട്ട് കരയിപ്പിക്കുന്നവരാ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ട്. അല്ലാഹുവേ, റസൂലുള്ള പറയുന്നുണ്ട്, ചില ഉമ്മമാര് കബറിനകത്ത് കിടന്ന് യാചിക്കുകയാ. നിന്റെ ഉമ്മ ഒരാളുടെ മുന്നിലും ഇന്ന് വരെ കൈനീട്ടിയിട്ടില്ല. നിന്റെ വാപ്പ മരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിച്ചിട്ടല്ല വാപ്പ നിന്നെ വളർത്തിയത്. അങ്ങനെ വളർത്തിയ നിന്റെ ഉപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? ഖബറിനകത്ത് കിടന്ന് ചോദിക്കുന്നു, അല്ലാ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ.
ഉമ്മാനെ യാചിപ്പിക്കുന്ന മക്കള്, വാപ്പാനെ യാചിപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന പെങ്ങള്, നിന്റെ മോളും നിന്നോടിത് ചെയ്യും മോള്, നിന്റെ മക്കളും നിന്നെ ഇതുപോലെ തെണ്ടിപ്പിക്കും പെണ്ണ്, നിന്റെ മക്കളും ഇതുപോലെ കബറിനകത്തിട്ട് നിന്നെ കരയിപ്പിക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളി പടച്ചവരെ ഓരോ വർഷവും 1-ാം ക്ലാസ് മുതൽ തുടങ്ങി 8 വരെ എത്തൂ. പടച്ചവരെ ആ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയാ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ മുഖം നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. എത്ര സ്നേഹിച്ചതാ ചെറുപ്പക്കാരാ. ഉമ്മ എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. നിന്റെ പേര് കേട്ടാ നിന്റെ ഒരു ഉമ്മ കിട്ടാതെ നിന്റെ ഉമ്മ ഉറങ്ങില്ലായിരുന്നല്ലോ. നിന്നെ അത്ര കണ്ട സ്നേഹിച്ച ഉമ്മാനെ നീ എന്തേ മറന്നുപോയത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, അവസാനം നിന്റെ വിവാഹത്തിന്റെ സമയമെത്തിയപ്പോ ഉമ്മ തന്റെ ശരീരത്ത് കടന്നത് വരെ ഇന്നാ മോളെ എന്ന് പറഞ്ഞ് ഊരി നിന്റെ കയ്യിൽ തന്ന പെറ്റുമ്മാനെ മറന്നു പോകല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവന്റെ പള്ളിയുടെ കടം വീട്ടാ മനസ്സുണ്ടോ പെങ്ങള്? ഒരുപാടൊന്നും കൊടുക്കണ്ട, അല്ലാഹു നിനക്ക് തന്നത് മുഴുവനും നീ കൊടുക്കണ്ട. 100-ൽ-1 കൊടുത്താ മതി പെങ്ങള്. നിന്റെ കയ്യിലുള്ളത് മതി മോള്. എത്ര വേണമെന്ന് ഞാൻ പറയുന്നില്ല, എത്ര തരണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ഉമ്മാന് വിലയിടാറ് നമ്മുടെ വാപ്പയ്ക്ക് വിലയിടാ നമ്മൾ അർഹരല്ലല്ലോ. പടച്ചവരെ, എന്റെ ഉമ്മയുടെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണമല്ലോ. എന്റെ ഉമ്മ കബറിനകത്ത് കിടന്ന് യാചിക്കാൻ പാടില്ല. എന്റെ വാപ്പ കബറിനകത്ത് കിടന്ന് എന്നെ ശപിക്കാൻ പാടില്ല.